ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ ഗ്ലാസ്സോടെ ഒരു ക്രാഫ്റ്റ് ആയാലോ. പേപ്പർ ഗ്ലാസും പിന്നെ ഇതാ ഒരു കഷ്ണം കാർഡ്ബോർഡും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് കേട്ടോ. എന്നത്തെയും പോലെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ട് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിന് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് മറ്റൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും പെൻസിലുകൊണ്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളൊരു സൺഫ്ലവർ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവറിൻ്റെ കളർ അറിയാലോ, ആ രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കാർഡ്ബോർഡിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായില്ലേ, അതിൽ ഇതേപോലെ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മൾ ഒരു നെയിം ബോർഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വെൽക്കം ബോർഡോ അങ്ങനെയൊക്കെ പറയാം. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ റൂമിലോ അല്ലെങ്കിൽ റൂമിൻ്റെ ഡോർമിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ. ഞാനിതിൽ വെൽക്കം എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ എഴുതി വയ്ക്കാം. എന്തെങ്കിലും കോഡ്സ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതി വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വെൽക്കം എന്ന് എഴുതുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പെണ്ണുകൊണ്ട് എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ നമ്മൾ പെയിൻറ്റ് വെച്ച് എഴുതാണെങ്കിൽ ഒരുപാട് നാൾ പെയിൻ്റൊന്നും മങ്ങാതെ കളറൊന്നും പോകാതെ നിൽക്കും. അപ്പോൾ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു നെയിം ബോർഡ് അവരുടെ റൂമിൽ അല്ലെങ്കിൽ അവരുടെ റൂമിൻ്റെ ഡോർമഴൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം. അധികം വെയിറ്റൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഊരിപ്പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മുടെ ചുമരിലോ അല്ലെങ്കിൽ വാതിലുമ്പോഴൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലേക്കോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അയച്ചു തരുമ്പോഴേ നിങ്ങളുടെ പേരും കൂടി വെച്ചിട്ട് അയച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഫോട്ടോസിൽ എല്ലാത്തിലും പേര് വെച്ചിട്ടുണ്ട്. അതുപോലെ പേര് വെച്ചിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.